റഷ്യ ഓരോ തുള്ളിച്ചോരക്കും പകരം ഞങ്ങൾ ചോദിക്കും എന്നാ പറഞ്ഞത്. പറയാനുള്ള കാരണം എന്താ അറിയോ? ഇറാനിലേക്ക് വരുന്ന ഇറാനിൽ ഒരാൾക്ക് ഒരു തുള്ളിച്ചോര വീണിട്ടുണ്ടെങ്കിൽ അതിന് പകരം റഷ്യ ചോദിക്കുന്ന പറയുന്നത്. അമേരിക്കയോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? നിങ്ങളങ്ങാ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ, ഇസ്രായേൽ സഹായിച്ചു വരുമ്പോൾ നിങ്ങളെങ്ങാൻ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ അഴിക്കുന്ന റഷ്യ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒത്തുതീർപ്പുമായിട്ട് റഷ്യ കുറെ പോയി നോക്കി, അടുങ്ങുന്നില്ല. എന്നപ്പോൾ യുദ്ധകാലത്തിലേക്ക് അമേരിക്ക വരാൻ വന്നു കഴിഞ്ഞാൽ 100% ഉറപ്പിച്ചോളൂ, റഷ്യ, ചൈന, ഉത്തര കൊറിയ, പിന്നെ ഇറാനും, ഈ 4 രാജ്യങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയാമെങ്കിൽ പിന്നെ ഇസ്രായേലോ ഈ അമേരിക്ക ഒന്നുമല്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തിയുള്ള റഷ്യ, ചൈന, ഈ പറയുന്ന ഈ ഉത്തര കൊറിയ, ഇറാന്റെ അടുത്തൊക്കെ ആയുധം എന്ന് പറഞ്ഞാൽ 2000-ൽ മുകളിൽ ആയുധങ്ങൾ സ്വന്തമായിട്ട് ഉത്പാദിച്ച ആൾക്കാരാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. അതിനെക്കാട്ടും ശക്തിയുള്ള ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. ഉത്തര കൊറിയ മോശമാണ്, ചൈന മോശമാണ്. ഇവരൊക്കെ വമ്പൻ സ്രാവുകളാണ്, വലിയ സ്രാവുകളാണ്. ഇസ്രായേലിനെ മാതിരി പൂച്ചക്കുട്ടിയല്ല, അമേരിക്കനെ മാതിരി പൂച്ചക്കുട്ടിയല്ല. അമേരിക്ക യുദ്ധക്കാലത്തിലേക്ക് ഇറങ്ങില്ല. റഷ്യന്റെ ഈ താക്കീത് കേട്ടാൽ തന്നെ എന്താ അറിയോ, ട്രംപ് ചിലപ്പോൾ എന്താ അറിയോ, ആരാക്കും മുദ്രാക്കും പറഞ്ഞവരങ്ങ് പോകും. ഓൻ അന്നും ഇന്നും എന്നും എന്തെങ്കിലും വന്ന് പറഞ്ഞു പോകല്ലാതെ ഒന്നും ചെയ്യില്ല. പേടിപ്പിച്ച് നോക്കുകയില്ല. ഇറാൻ പറഞ്ഞല്ല ഞങ്ങളെ പേടിപ്പിക്കാൻ അങ്ങോട്ട് വരണ്ട, നീ നിന്റെ പാട് നോക്കി പോടുന്ന രൂപത്തില സംസാരിച്ച ഇറാൻ. റഷ്യനെ ശരിക്കും അവഗണിക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോയിട്ടുള്ളത്. റഷ്യനെ ശരിക്കും അവഗണിക്കുകയാണ്. അവഗണിച്ച റഷ്യ ശരിക്കും പറയുകയാണ്, റഷ്യ നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട്. കാരണം റഷ്യ ഇറാൻ സഹായിക്കാൻ ഉറപ്പാണ്. ഇപ്പം ഇറാൻ മാത്രം മതി. അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞാൽ റഷ്യ പിന്നെ യുദ്ധകാലത്തിലേക്ക് ആരൊക്കെ ഉണ്ടാകുന്നറിയോ? റഷ്യ, പിന്നെ ചൈന, ഉത്തര കൊറിയ, ഇറാൻ ഒരു ഭാഗത്തുണ്ടാവും. മറ്റേ ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും മാത്രമേ ഉണ്ടാവും. അമേരിക്ക കളിക്കില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചും നിരക്ക തുല്യമായ ജീവിതാപ്പം ജീവിക്കുന്നത്. അവിടെയുള്ള ആൾക്കാർ പലായനം ചെയ്ത് പോവുക, ലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് പോവുക. ഇറാന്റെ ഒടുക്കത്തെ താക്കീത് എന്താ അറിയോ? സൈനിക കേന്ദ്രം, സൈനിക കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, മാറിക്കോളീന്ന്. നാളെ നടക്കാൻ പോണ അറബിന്റെ കഥ പറയുന്നത്. ഇറാന്റെ മുന്നറിയിപ്പ് സൈനിക കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ മാറിപ്പോയിക്കോളീന്ന്. അയൺഡോമുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, മാറിപ്പോയിക്കോളീന്ന്. ആ പരിസരം നിൽക്കുന്ന ആൾക്കാരെ പോയിക്കോളാനുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പറയാൻ കാരണം അറിയോ? റഷ്യനെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞാൽ ആണവായുധത്തെ ഏറ്റവും ടോപ്പ് കിടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. റഷ്യന്റെ വാക്ക് ധിക്കരിക്കുക എന്ന് പറയുന്നത് അമേരിക്ക ധിക്കരിക്കുക എന്ന് പറയുന്നത് അമേരിക്കയിൽ പൊള്ളും. ശരിക്കും അമേരിക്കയിൽ പൊള്ളും. കാരണം റഷ്യ ആണ് പറയുന്നത്. ഒപ്പന ചൈനയും ഉത്തര കൊറിയയൊക്കെ ഒപ്പന ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഹൂതികൾ ഒരു ചില്ലർക്കാരാണോ? അങ്ങനെ ഇറാനെ സഹായിക്കുന്ന എത്ര രാജ്യങ്ങൾ ഉണ്ടാവുമെന്ന് അറിയോ? എത്ര ഇറാന്റെ ചെങ്കിടികൾ എത്ര ആൾക്കാരുണ്ടാവുമെന്ന് അറിയോ? ഇപ്പം സംഭവിക്കാൻ പോണ കാരണം എന്താ അറിയോ? ഹൂതികളാവട്ടെ, ഇറാന്റെ മറ്റ് സഖ്യങ്ങളാവട്ടെ, എല്ലാവരും കയറി അടിക്കും. ഇസ്രായേലിനെ കയറി അടിക്കാൻ പോവാണ്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇസ്രായേലിനെ സംബന്ധിച്ചൊന്നും നിൽക്കാൻ കഴിയുന്നില്ല. മരണസംഖ്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കാണാതെ ഇറാൻ ചെയ്തുകൊണ്ടൊക്കെ കാര്യം അറിയാം. ആദ്യഘട്ടത്തിൽ കുറച്ച് കൊടുത്ത് പിന്നെ ഡോസ് കൂട്ടി ഓരോന്നിപ്പോൾ നാളെ 8ാം ഡോസാകുന്ന സമയത്ത് ഡബിൾ ഡോസിലാണ് പോകുന്നത്. ഇറാൻ പല മിസൈലുകളും പരീക്ഷിക്കുന്ന ഇസ്രായേലിന്റെ മുകളിലേക്കാണ്. അത് കറക്റ്റായിട്ട് ലക്ഷ്യത്താൻ നിർത്തുന്നുണ്ട്. ഇറാൻ പരീക്ഷിക്കുന്ന പല ഹൈപ്പർ മിസൈലുകൾ, ഒരുപാട് ടെക്നോളജികൾ, ഒരുപാട് പേരുകളുള്ള ഒരുപാട് മിസൈൽ, വമ്പം പവറുള്ള നല്ല മാരകമായിട്ടുള്ള മിസൈലുകൾ, അത് ഇസ്രായേലിലേക്കാണ് പതിക്കുക. അത് ഇറാൻ ഉണ്ടാക്കിയതാണ്. അത്രയും സാങ്കേതിക വിദ്യയുള്ള ഇറാനോട് മുട്ടാൻ പോയ ഇസ്രായേലാണ് ശരിക്കും ചമ്മിപ്പോയത്. ഇപ്പം എന്താ ഇപ്പം ചമ്മിപ്പോയി? ഇസ്രായേലാ. കാരണം അറിയോ? പലസ്തീൻ മക്കളെ കൊല്ലുന്നത് പോലെ ഇറാന്റെ അടുത്തമർത്താന്ന് വിചാരിച്ച് ഇസ്രായേൽ 8ന്റെ പണിയാണ് മക്കളെ കെട്ടിക്കൊടുക്കുന്നത്. ഇനി കിട്ടാൻ പോകുന്നതോ എന്താ? ഇസ്രായേൽ ഇപ്പം യുദ്ധം നിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്യാൻ തയ്യാറാണ്. കാരണം ഇസ്രായേൽ കാര്യങ്ങൾ മനസ്സിലായി. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അതേപോലല്ല ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, ഞങ്ങൾ തിരിച്ചടിക്കുകയെ തന്നെ ചെയ്യും. ഒന്നെങ്കിൽ ഇസ്രായേൽ ഞങ്ങൾ തീർത്ത് കളയുന്ന രൂപത്തിലാണ് പറയുന്നത്. ഇറാന്റെ നേതാവിനെ കൊല്ലുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ വന്നുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ വന്നുകൊള്ളിന്ന് റഷ്യ പറഞ്ഞ വാക്കെന്താ അറിയോ? ഇറാന്റെ നേതാവിനെ കൊന്ന് തൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഭൂപടത്തിൽ ഉണ്ടാവില്ല, അമേരിക്ക ഉണ്ടാവില്ല. അത്രയും ഇറാന്റെ ഒക്കെ ഒരു മിസൈൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ റഷ്യൻ്റെ ഒക്കെ ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ ഒറ്റ മിസൈൽ മതി, ഒരു മിസൈൽ മതി. ചിലപ്പോൾ എന്താ അറിയോ? ഇസ്രായേലിൽ തന്നെ ഭൂപടത്തിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ മിസൈലുകൾ ഉണ്ട് റഷ്യൻ്റെ കയ്യിൽ. അത് ഇറാൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്.
ഇനി പ്രയോഗിക്കാൻ പോണ അങ്ങനത്തെ മിസൈലുകളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല. നമ്മൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ നരഭോജികൾ പാവപ്പെട്ട ഒരുപാട് പലസ്തീൻ മക്കളെ കൊന്നു തള്ളിയ ഇസ്രായേലിൽ നിന്ന് നരഭോജികൾക്കുണ്ടല്ലോ ഒരു തക്കതായ മറുപടി ഇറാൻ കൊടുത്തു, റഷ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ചൈനയും ബാക്കിയുള്ള ടീമുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്രായേലിൽ നിന്ന നരഭോജികൾക്ക് ഒരു പാഠമാവണം. കാരണം എന്താ പറയുക, പാവപ്പെട്ട എന്താ പറയുക, ഉപ്പ് തിന്നാ വെള്ളം കുടിക്കും 100% ഉറപ്പാണ്. അതാ അവിടെ സംഭവിച്ചു കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം. താങ്ക് യു വെരി മച്ച്.